എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇഷ്ടം എന്ന സീരിയൽ എപ്പിസോഡ് തുടങ്ങുന്നതിന് കൈലാസ് അവരോട് സിനിമയ്ക്ക് പോകാൻ റെഡിയാകാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുന്നു വണ്ടി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പോകാമെന്ന്. അപ്പോൾ കൈലാസിനൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ കൈലാസ് എടുത്ത് സംസാരിക്കുന്നു. അവൻ്റെ ഫ്രണ്ട് പ്രകാശാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നീ വന്നോ, അപ്പോൾ അവൻ ഇന്ന് തന്നെ കാണണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എടാ എന്നാൽ ഇന്ന് തന്നെ കാണാം എന്ന് പറയുന്നു. അങ്ങനെ മഞ്ജിമയോടും സ്വപ്നവല്ലിയോടും പറയുന്നു എന്തായാലും നിങ്ങൾ സിനിമയ്ക്ക് പോക്കോ, എനിക്ക് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ മഞ്ജിമ പറയുന്നു എന്താണ് കൈലാസേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു കുഴപ്പമില്ല മോളെ, അവൻ എന്തായാലും പോയിട്ട് വരട്ടെ, 10 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അവരെ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം വീണ്ടും കൈലാസ് നമ്മുടെ അവളുടെ കാമുകിയുടെ വീട്ടിൽ മയൂരിയുടെ വീട്ടിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ മയൂരി വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ മയൂരി ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് അടിപൊളി വീടാണല്ലോ, നീ എൻ്റെ കൺവെട്ടത്ത് നിന്ന് ഒളിച്ച് താമസിക്കാൻ തീരുമാനിച്ചു, അതൊരിക്കലും നടക്കത്തില്ല, നീ എൻ്റെ കരവലയത്തിനുള്ളിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഒരു പെണ്ണിനെ കൈലാസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ എൻ്റെ കൈകളിൽ നിന്ന് അവൾക്ക് ഊരിപ്പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അമ്മ അവിടെ ചുമയ്ക്കുന്ന കേൾക്കുന്നത്. അപ്പോൾ പറയുന്നത് അമ്മയാണോ എന്ന് ചോദിക്കുന്നത്, എന്ന് പറയുന്നു. അമ്മയെ കാണട്ടെ എന്ന് പറയുന്നു. അപ്പം വേണ്ട എന്ന് നമ്മുടെ മയൂരി പറയുന്നു. പക്ഷേ കൈലാസ് അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. അമ്മ വിഷമിക്കേണ്ട, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ ആരാന്നൊക്കെ ചോദിക്കുന്നു. അപ്പം മയൂരിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നു. ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഒരു ദിവസം വരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മയൂരിയോട് പറയുന്നു ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ മയൂരിയോട് നീ എന്തിന് ഡോക്ടർ ഇഷിതയെ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും വേണ്ടത് പണമാണ്, നിനക്ക് ഇനി എൻ്റെ കൈകളിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇനി ഇഷിതയുടെ അടുത്തൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. എനിക്കൊരു ചായ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ എടുക്കാൻ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ അവിടെ അകത്തൊരു ഫോട്ടോയുടെ അടിയിൽ കഞ്ചാവോ മയക്കുമരുന്നോ എന്തോ സംതിങ് ആണ്, അതുകൊണ്ട് അവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് ഇറങ്ങി പോവുകയാണ് അവിടുന്ന്. അപ്പോൾ പിന്നെ ഈ സമയം കാണിക്കുന്ന ഇഷിതയാണ്. ഇഷിത ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ശരിക്കും വീട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇഷിത വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യും, കൈലാസിനെ എന്ത് ചെയ്യാൻ പറ്റുമോ, എന്നെ നശിപ്പിക്കാനുള്ള പുറപ്പാടാണ്. അതുപോലെ മയൂരിയുടെ ജീവിതം നശിപ്പിച്ചു, പക്ഷെ ഞാനായിട്ട് പറഞ്ഞാൽ മഞ്ജിമ ചേച്ചിയുടെ ജീവിതം തകരും, എന്താണ് ഒരു പ്രതിവിധി എന്നൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ ഇത് പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ ഭയങ്കര മാനസിക സംഘർഷത്തിലൂടെയാണ് അവൾ വണ്ടി ഓടിച്ചു വരുന്നത്. ഇതേ സമയം വിനോദ് മഹേഷിനെ വിളിക്കുകയാണ്. ഏട്ടത്തിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഏട്ടൻ പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നു. അപ്പം മഹേഷ് പറയും ഞാൻ ഫ്ലൈറ്റ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന കൈലാസ് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയെ സ്വന്തമാക്കണമെന്നാണല്ലോ അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇഷിത റൂമിലേക്ക് തുറന്ന് കയറി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും മനസ്സിൽ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഇവിടെ പോയി. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കി ഇവളെ റൂമിലേക്ക് പോകുന്ന സമയത്ത് കൈലാസും പുറകെ വന്ന് ഇവളെ കയറി പിടിക്കുകയാണ്. അപ്പോൾ ഇവൾ തട്ടി മാറ്റുന്നു, കുതറി മാറ്റുന്നു. പക്ഷേ ഇവളെ ഓടിപ്പോയി ഡോറ് തുറക്കാൻ നോക്കുന്നു, പക്ഷേ അവനൊന്നും അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവളെ തള്ളി ബെഡിലേക്ക് ഇടുകയാണ്. അപ്പം ബെഡിൽ നിന്ന് ഇവൾ താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ബോധം കിട്ട് വീഴുകയാണ് ഇഷിത. അപ്പോൾ കൈലാസ് പേടിച്ചു പോവുകയാണ്. മരിച്ചോ എന്നറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ പിന്നെ കൈലാസ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ പുറത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹേഷും കയറി വരുന്നത്. മഹേഷ് ചോദിക്കുന്നു എന്താ ഇവിടെ നിൽക്കുന്ന, ബാ പോകാമെന്ന് പറയും. അങ്ങനെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു അവർക്ക് സിനിമയ്ക്ക് പോയി എന്ന് പറയുന്നു. ഇഷിതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇഷിത ഇവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു ചിലപ്പോൾ 100-ൽ കാണുമെന്ന് പറയുന്നു. ശരി ഞാൻ എന്തായാലും റൂമിൽ നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ റൂമിലൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഒന്നും റൂമിൽ കാണാതെ പുറത്തേക്ക് വരുന്ന സമയത്താണ് സ്വപ്നവല്ലിയും മഞ്ജിമയും വരുന്നത്. അപ്പോൾ അവരോട് മഹേഷ് ചോദിക്കുന്നു എന്താ അമ്മ എവിടെ പോയെന്നൊക്കെ പറഞ്ഞ് സിനിമയ്ക്ക് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഇഷിതയെ കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൾ ആരുടെ കൂടെയാണെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വപ്നവല്ലി സംസാരിക്കുകയാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നത് എന്താ അമ്മ അങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നൊന്നുമില്ല, അമ്മ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. അതൊക്കെ സക്സസ് ആയി എന്ന് പറയുന്നു. അങ്ങനെ ശരിക്കും ഇഷിത റൂമിൽ തന്നെ ഉണ്ട്. പിന്നീട് പിന്നെ ഇഷിതയെ കാണുന്നില്ല. അങ്ങനെ പിന്നീട് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ ഇഷിതയെ മയക്കുമരുന്ന് കേസിൽ പിടിച്ച് ലോക്കപ്പിനകത്തിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും അത് കൈലാസ് തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. കൈലാസ് തന്നെ വണ്ടിയിൽ ചിലപ്പോൾ ഇരുത്തി എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തേടി പോകുന്ന സീനും പിന്നെ മഹേഷ് പോലീസുകാരായിട്ട് അടിയാക്കുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നല്ലൊരു എപ്പിസോഡിനായി. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.